ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഒരു ന്യൂസ് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2-ന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കും ഏത് ഡിപ്പാർട്ട്മെന്റാന്ന് ഓർക്കും അല്ലേ? അതായത് നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതിന്റെ ഡേറ്റ് നമുക്ക് കാണാം, സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ്. അതിന്റെ അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ മാസം 30-ാം തീയതിയാണ്. ഈ കാണുന്ന പോലെ നോക്കിയേ, ഗുരുവായൂർ ദേവസ്വത്തിലെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിൽ നിലവിലുള്ള 2 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഈ അപേക്ഷ വിളിച്ചിരിക്കുന്നത്. അതായത് വെറും 2 ഒഴിവുകളിലേക്കാണ് ഈ അപേക്ഷ വിളിച്ചിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 63/2025. തസ്തികയുടെ പേര് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2. ദേവസ്വം ബോർഡിന്റെ പേര് ഗുരുവായൂർ ദേവസ്വം. ശമ്പള സ്കെയിൽ 27,800 മുതൽ 59,400 വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ വരുന്നത്. ഇതിൽ ഒരു പ്രത്യേകത നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഈ ഒരു അപേക്ഷ വിളിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഈ ഒരു തസ്തികയിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. യോഗ്യതകൾ നമ്മൾ സാധാരണ നഴ്സിംഗിന്റെ യോഗ്യതകൾ തന്നെയാണ്. അതായത് SSLC അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ്, പിന്നെ GNM അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി പാസ്സായിരിക്കണം. കൂടാതെ കേരള നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷനും ആവശ്യമാണ്. ഇപ്പോഴത്തെ നിലവിലുള്ള ഒഴിവ് എന്ന് പറയുന്നത് 2 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാലാവധി ഒരു വർഷം മുതൽ 3 വർഷം വരെ ഉണ്ടാകും. അതായത് ഒരു പ്രാവശ്യം റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം വരെ അതിന്റെ വാലിഡിറ്റി ഉണ്ടാവും. അതിനുള്ളിൽ എത്രത്തോളം വേക്കൻസി വരുന്നുണ്ടോ അതിന്റെ എല്ലാം റിക്രൂട്ട്മെന്റ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നടത്തുക. സോ 2 വേക്കൻസി അല്ലേ ഉള്ളൂ എന്നോർത്ത് നിങ്ങൾ ആരും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് പഠിക്കുക, അപ്ലൈ ചെയ്യുക, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എക്സാം ഒക്കെ വളരെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് നല്ല റാങ്ക് ഒക്കെ മേടിച്ച് എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ ലഭിക്കട്ടെ കേട്ടോ. അതുകൂടാതെ നമുക്ക് കാണാം, പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി വരുന്നത്. അതുകൂടാതെയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ബാക്കിയുള്ള സംവരണത്തിൽ വരുന്ന, അതായത് OBC പോലുള്ള വിഭാഗക്കാർക്കും അതിൻ്റെതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ അപേക്ഷാ ഫീസ് ഉണ്ട് കേട്ടോ. അപേക്ഷാ ഫീസ് വരുന്നത് 500 രൂപയാണ്. SC ST കാറ്റഗറിയിലുള്ളവർക്ക് 250 രൂപയും, OBC ആണെങ്കിലും 500 രൂപയാണ് വരുന്നത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ദേവസ്വം ബോർഡിന്റെ തന്നെ സൈറ്റിൽ പോയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക. അതിനനുസരിച്ച് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യട്ടോ. അപ്പോൾ ആ രീതിയിലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 വേക്കൻസി അല്ലേ ഉള്ളൂ എന്ന് ഓർത്തിട്ട് നിങ്ങൾ മാറി നിൽക്കേണ്ട കാര്യമില്ല. അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം.